ഞാൻ സ്തുതിച്ചിടുമെന്നോ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. Hallelujah, hallelujah, hallelujah. I hope you're all feeling the same presence that I'm feeling. Hallelujah, hallelujah, hallelujah. We were all praying for this presence. We were all praying today from morning till evening. We were all praying for this presence of the Lord in all of our minds. We're all praying for this presence. Let us all clap our hands and pray for this new song. Hallelujah, 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 hallelujah. നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനമേ രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ കാൽവരി ദർശനം കാണുന്ന മുൻപിലായി കാൽവരി ദർശനം കാണുന്ന മുൻപിലായി അന്തിനാലുള്ളവും കണ്ണും നിറയുന്നേ അന്തിനാലുള്ളവും കണ്ണും നിറയുന്നേ വന്ദനമേ രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനമേ രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പൊന്നു മഹേശ്വരേ നിന്നോട് കാരുണ്യം പൊന്നു മഹേശ്വരേ നിന്നോട് കാരുണ്യം സന്തതം ഓർത്തു ഞാൻ നന്ദിയാൽ പാടുമേ സന്തതം ഓർത്തു ഞാൻ നന്ദിയാൽ പാടുമേ പാപവും ശാപവും രോഗവും നീങ്ങിനാൻ പാപവും ശാപവും രോഗവും നീങ്ങിനാൻ നീതിമാനാക്കുവാൻ ശാപമായി തീർന്നോനെ നീതിമാനാക്കുവാൻ ശാപമായി തീർന്നോനെ വന്ദനമേ സുരക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ ഇളകാത്ത രാജ്യമാം സിയോന് സ്വന്തമാം ഇളകാത്ത രാജ്യമാം സിയോന് സ്വന്തമാം പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരിതേ വന്ദനമേ രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനമേ രക്ഷകൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും എന്നിൽ നീ തന്നതാ നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ നിന്നോടെ വന്ദനം എന്നുമെൻ ഗാനമാ
അമ്പിനാലുള്ളവും കണ്ണും നിറയുന്നേ. വന്ദനമേ സുരക്ഷകരൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശനെ നിന്നോടെ കാരുണ്യം, പൊന്നു മഹേശനെ നിന്നോടെ കാരുണ്യം. സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. പാപവും ശാപവും രോഗവും നീക്കി ഞാൻ, പാപവും ശാപവും രോഗവും നീക്കി ഞാൻ. നീതിമാനാക്കുവാൻ ശാപമായി തീർന്നോനെ, നീതിമാനാക്കുവാൻ ശാപമായി തീർന്നോനെ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഇളകാത്ത രാജ്യമാം സിയോന് സ്വന്തമാം, ഇളകാത്ത രാജ്യമാം സിയോന് സ്വന്തമാം. പരനോടു കൂടെ ഞാൻ നിത്യമായി വാഴിടും, പരനോടു കൂടെ ഞാൻ നിത്യമായി വാഴിടും. പാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ, പാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ. പാരങ്ങൾ തീർപ്പൻ കാരുണ്യവാരിനെ, പാരങ്ങൾ തീർപ്പൻ കാരുണ്യവാരിനെ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. വന്ദനമേ സുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. കൊടിയെ കാറ്റടിക്കട്ടെ, കൊടിയെ കാറ്റടിക്കട്ടെ. പരിശുദ്ധ ആത്മാവേ കൊടിയെ കാറ്റടിക്കണമേ. യെസ് ലോർഡ്, യെസ് ലോർഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പാ ഇതിന്റെ അകത്ത് വലിയൊരു കാറ്റടിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ തോട്ടത്തിനകത്ത് വീശുമാറാകണം. ഇതിന്റെ അകത്ത് വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. കർത്താവ് ഇതിന്റെ അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആൾ മാറിയതുപോലെ ആകട്ടെ. ദൈവ സാന്നിധ്യം ഇപ്പോൾ റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ മൂടി പറയട്ടെ. ശരീരത്തിന്റെ മേൽ കത്തിയിറങ്ങുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. അഗ്നിക്കകത്തേക്ക് ഈ ജനം ഇറങ്ങട്ടെ. ഉടകലബലബല ശകരബരബരബരബരബ. ചങ്ങലകൾ 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 ചണനാരുപോലെ, ചണനാരുപോലെ കത്തിത്തീരട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പിശാച് കെട്ടിവെച്ചത് ഇന്ന് രാത്രി അഴിയട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളെ സമ്പൂർണമായിട്ട് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനമാ, നിന്റെ മേച്ചിൽ പുറത്തെ ആടുകൾ. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ധാരാളമായിട്ട് ഒരു അബൻഡൻസ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിന്റെ അകത്ത് കണ്ണുനീരോടെ വിലാപത്തോടെ ആയിരിക്കുന്നവരൊക്കെ ഉണ്ട്. യേശുവേ, നിന്റെ വചനം ആഴത്തിലിറങ്ങട്ടെ, ആഴത്തിലിറങ്ങട്ടെ. ഇന്ന് രാത്രി വചനമയച്ച് നിന്റെ ജനത്തെ വിടുവിച്ചാട്ട്. കർത്താവേ,
ഞങ്ങൾ നിനക്കുള്ളവരാ കർത്താവേ, ഞങ്ങൾ നിനക്കുള്ളതാ. ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാവരും നിനക്കുള്ളതാ അപ്പാ. ഇന്ന് രാത്രി മുഴുവൻ നിയന്ത്രണം അങ്ങ് തന്നെ എടുക്കണം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് മനുഷ്യന്റെ ആലോചനയിൽ നിന്നല്ല, ഉന്നതങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. നിന്റെ സാന്നിധ്യം കേട്ടഴിക്കട്ടെ, നിന്റെ സാന്നിധ്യം കേട്ടഴിക്കട്ടെ അപ്പ. പാരമ്പര്യത്തിന്റെ കെട്ട് അഴിഞ്ഞു മാറട്ടെ, പൗരോഹിത്യത്തിന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവ്, ഇന്ന് രാത്രി നിന്റെ ജനത്തെ പൂർണ്ണമായിട്ട് വിടുവിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. Let them be set free in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനം വിടുവിക്കപ്പെടട്ടെ, പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഉള്ളയിടത്ത് അടിമത്തമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയുള്ള ആത്മാവ് കർത്താവേ, നിന്റെ വചനം പറയുകയാ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. Holy Spirit, പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സ്വാഗതം. ഇതാ അപ്പ, ഞങ്ങൾ എറിഞ്ഞേൽപ്പിക്കുകയാ. ഞങ്ങളുടെ 1000 വാക്കുകളേക്കാൾ നിന്റെ ഒരു സാന്നിധ്യം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ മൂടി മറയ്ക്കുന്ന ആ സാന്നിധ്യം, ഇതിന്റെ അകത്ത് ഇറങ്ങുന്ന കൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. ഞങ്ങളെ നന്നായിട്ട് അറിയുന്ന നല്ല അപ്പച്ച ഏഴകളെ ഏൽപ്പിക്കുകയാ. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം, അങ്ങയുടെ ഗ്ലോറി ഇതിന്റെ അകത്ത് ഇറങ്ങണം, അങ്ങയുടെ ഗ്ലോറി ഇറങ്ങണം, അങ്ങയുടെ ഗ്ലോറി ഇറങ്ങണം, അങ്ങയുടെ ഗ്ലോറി വെളിപ്പെടണം. കാനായിൽ വെളിപ്പെട്ടതുപോലെ, വീഞ്ഞു തീർന്ന കല്യാണ വിരുന്നിനകത്ത് വെളിപ്പെട്ടതുപോലെ നിന്റെ മഹത്വം ഈ ആലയത്തിനകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. ഇവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങൾ യേശു ഇതിനകത്തുണ്ടെന്ന് തിരിച്ചറിയട്ടെ. യേശു ഇതിന്റെ അകത്തുണ്ടെന്ന് തിരിച്ചറിയട്ടെ. യേശു ഇതിന്റെ അകത്തുണ്ടെന്ന് തിരിച്ചറിയട്ടെ. കർത്താവേ, നീ ചലിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഇതിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന നിന്റെ സാന്നിധ്യത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഓരോ നിമിഷത്തിലും വളരുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട്, കർത്താവേ, നിറഞ്ഞു കവിയുന്ന ആത്മസാന്നിധ്യത്തിനായിട്ട് അപ്പച്ചാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കൊന്നു മാത്രമേ ആവശ്യമുള്ളൂ, അത് നിന്റെ സാന്നിധ്യമാണ്. നിന്റെ സാന്നിധ്യം മാത്രം മതിയപ്പോ. നിന്റെ സാന്നിധ്യം
സാന്നിധ്യം. Enthrone you, we proclaim you are King, standing here in the midst of us. We raise you up with our praise, and as we worship with the throne, and as we worship with the throne, and as we worship with the throne, come Lord Jesus and take your place. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. കൂടി പാടാമോ? യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി അപ്പ. ഇതിന്റെ അകത്ത് നടക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. യേശുവെ, പിന്നെയും ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണം. ഇതിന്റെ അകത്ത് നിന്റെ മഹത്വം വെളിപ്പെടുത്തണം. കർത്താവെ, ഒരു മനുഷ്യന്റെയും മഹത്വം ഇവിടെ വെളിപ്പെടണ്ട, ഒരു ജഡവും ഇവിടെ മഹത്വപ്പെടണ്ട. കർത്താവെ, നിന്റെ സാന്നിധ്യം മാത്രം വെളിപ്പെട്ടാൽ മതി. കർത്താവെ, നിന്റെ മഹത്വം കൊണ്ട് കർത്താവെ നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ജനം വിടുവിക്കപ്പെടട്ടെ. നിന്റെ മഹത്വം കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അനവധിയായിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കട്ടെ. നിന്റെ തേജസ്സിനായിട്ട് നന്ദി, നിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി, നിന്റെ കൃപയ്ക്കായിട്ട് നന്ദി അപ്പ. സകല മാനവും മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയേറ്റുകയാണ്. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ദയ തോന്നുമാറാകണം പരിശുദ്ധ എന്നുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ കർത്താവിന്റെ സ്തോത്രം. Hallelujah. In Jesus name we have prayed. Amen. 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 എല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ യേശു ഇതിന്റെ അകത്തുണ്ട്. ഒന്ന് പറയാമോ ശബ്ദമുയർത്തി? എന്റെ യേശു ഇതിന്റെ അകത്തുണ്ട്. എല്ലാവരും പറഞ്ഞില്ല. യേശു ഇതിന്റെ അകത്തുണ്ട്. എന്റെ യേശു ഇതിന്റെ അകത്തുണ്ട്. സ്നേഹത്തോടെ പറയുന്നവനെ എൻ്റെ അപ്പച്ചൻ പിടിക്കും. ഇന്ന് രാത്രി ആമേൻ. എത്ര പേര് സ്നേഹത്തോടെ പറയും, എൻ്റെ അപ്പച്ചൻ ഇതിൻ്റെ അകത്തുണ്ട്, എൻ്റെ യേശു അപ്പച്ചൻ ഇതിൻ്റെ അകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു വിഷയമാണ് എൻ്റെ യഹോവ ഭക്തന്മാർ. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ സൂക്ഷിച്ചോണം, കർത്താവ് കേൾക്കും. ആമേൻ. കർത്താവിന് സ്തോത്രം. നീ പറഞ്ഞപ്പോൾ ആമേൻ. ഹല്ലേലൂയ. സിനിമാക്കാരൊക്കെ പറയുന്നത് പോലെ പറയരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ പറയണം. പറഞ്ഞ കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ പറയണം. ആമേൻ. ഹല്ലേലൂയ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവീൻ. കർത്താവിന് സ്തോത്രം. സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാ, മസിൽ പിടിച്ചിരിക്കുന്നവരുടെ അല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇതിനൊന്ന് ഇറങ്ങിയിട്ട് വേണം ഒന്ന് ശ്വാസം വിടാനായിട്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ളവരുടേതല്ല. പിന്നെയോ കുഞ്ഞുങ്ങളെ പോലെയുള്ളവരുടേതാ. അവർക്ക് ഡിഗ്നിറ്റി ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. എന്താ ഇങ്ങനെ? അങ്ങനെയാ. കർത്താവിന് സ്തോത്രം. കാട്ടി കിടന്നതൊക്കെ ആമേൻ സ്തോത്രം സിംഹാസനത്തിൽ വരുമ്പോൾ പിന്നെ അവനൊക്കെ പിന്നെ എന്നാ കാണിക്കാനാ അല്ലേ? കർത്താവിന് സ്തോത്രം. മനസ്സിലാവുന്നവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇനിയിപ്പോൾ മീക്കള് പറഞ്ഞാലെന്ത്, ആമേൻ സ്തോത്രം. നാട്ടുകാർ പറഞ്ഞാലെന്ത്, ആമേൻ സ്തോത്രം. രാജാവാക്കിയ ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. കാട്ടി കിടന്നുകൊണ്ടിരുന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ആമേൻ സ്തോത്രം. രണ്ട് കണ്ണുകളുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവന് വേണ്ടി ഞാൻ പാടും. കർത്താവിന് സ്തോത്രം. അവന് വേണ്ടി നൃത്തം ചെയ്യും. കർത്താവിന് സ്തോത്രം. നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. നൃത്തത്തോടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കാമെന്ന് പറയുന്നവൻ ഒന്നും പ്രാപിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. അതേസമയം ഒന്നും വേണ്ട, നിന്റെ സാന്നിധ്യം മാത്രം മതി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കൊട്ടയ്ക്ക് വാരിക്കൊണ്ടുപോകും. പിന്നെയും 12 കൊട്ട ബാക്കി വരും. ആമേൻ സ്തോത്രം. വാരിക്കൊണ്ട് പോയിട്ട് പിന്നെയും 12 കൊട്ട ബാക്കിയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പേടിക്കണ്ട. കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഇതിനകത്തുണ്ടോ? ആമേൻ സ്തോത്രം. നിശ്ചയമായിട്ടും ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശയ്യാ പ്രവചന പുസ്തകം 55 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവേ, നിന്റെ വചനം ഞങ്ങൾക്ക് വേണ്ടി അയക്കണം. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ, ഇവിടെയുള്ളവർ പറഞ്ഞു കേൾക്കുന്നില്ല, വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ച് കൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കണം. കർത്താവിൻ സ്തോത്രം. ഇരുന്നാട്ടെ. കർത്താവിൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം
യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. ആമേൻ സ്തോത്രം. തിയോളജിയന്മാർ ഇതിന് കൊടുക്കുന്നൊരു പേരാണ് ഗ്രേറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞേ. ഗ്രേറ്റ് ഇൻവിറ്റേഷൻ ഭയങ്കര ക്ഷണമാണ്. എന്താ ഈ ക്ഷണത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആമേൻ സ്തോത്രം. ദ്രവ്യമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ യാചകന്മാര്, ആമേൻ സ്തോത്രം, വരാം. യാചകന്മാർക്ക് വരാം. പിന്നെ ആമേൻ സ്തോത്രം 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ സ്തോത്രം, ആമേൻ അപ്പമല്ലാത്തതിന്, ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ എന്ന് പറഞ്ഞാൽ ചെലവിടുന്ന ആൾക്കാർ 2-ാമത്തെ കൂട്ടരാണ്. ചെലവിടാൻ വല്ലതും പോക്കറ്റിലുള്ള ആൾക്കാർ. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നത്തെ വചനം. ആമേൻ സ്തോത്രം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ആമേൻ സ്തോത്രം ഒരു വലിയ കാര്യം പറയാനുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ട് ആമേൻ സ്തോത്രം വചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താതെ തുടങ്ങിയ സ്റ്റോപ്പിൽ തന്നെ നിർത്തി ആമേൻ സ്തോത്രം ഇവിടുന്ന് പോകേണ്ടി വരും. ആമേൻ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരുന്നാട്ടെ, പ്രാർത്ഥിച്ചിരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യാചകരായിരിക്കുന്ന ആൾക്കാർക്ക് ഈ ക്ഷണമുണ്ട്. വലിയ ക്ഷണമാണ്, ഗ്രേറ്റ് ഇൻവിറ്റേഷൻ. 2-ാമത്തെ വാക്യത്തിനകത്ത് പറയുക പോക്കറ്റിൽ വല്ലതൊക്കെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ റിച്ച് ആയിരിക്കുന്നവർക്കും പോറായിരിക്കുന്ന ആൾക്കാർക്കും ഈ ക്ഷണം ഒരുപോലെയുണ്ട്. ഒരു ആമേൻ പറയാമോ? മനസ്സിലാവുന്നവർ. അപ്പോൾ യാചകരായിരിക്കുന്നവരെയും ദൈവം ആദ്യം വിളിക്കുക. ഒന്നുമില്ലാത്ത ആൾക്കാരെ, ഈ തകർന്ന് തരിപ്പണമായി, പാസ്റ്റർ എൻ്റെ അവസ്ഥ പാസ്റ്ററിന് അറിയാത്തതുകൊണ്ടാണ്, എൻ്റെ അവസ്ഥ മഹാകഷ്ടമാണ്, നിന്നെയാ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. നിന്നോട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാഹിക്കുന്ന നിന്നോട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ രക്ഷിപ്പാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ വെറുതെയാണ് ഞാൻ ഈ മൊബൈലും കൊണ്ട് ഇറക്കുന്നത്, ആരുമില്ല വിളിക്കാൻ. കർത്താവിന് സ്തോത്രം. നിന്നെക്കുറിച്ച് ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ആരും ഇല്ലാത്തതൊക്കെ വരാൻ പറഞ്ഞ് വിളിച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം. അവൻ 2-ാമത്തെ കൂട്ടരാണ് 2-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യത്തിന്റെ പ്രത്യേകത പോക്കറ്റിലുള്ള ആൾക്കാരാണ്. അവര് നെഗോസിയേഷൻ, ബാർഗെയിനിങ് പവറൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര തരാം, ഇത്ര തന്നാ തിരിച്ച് തരാമോ എന്ന് ചോദിക്കാൻ തക്ക വിധം എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർ. കർത്താവിന് സ്തോത്രം. ആദ്യത്തെ കൂട്ടിലൊന്നുമില്ല, 2-ാമത്തെ കൂട്ടിന് വല്ലതൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാവരും അതിനകത്ത് പെടും. ഈ ക്ഷണം എല്ലാത്തിനും ഉണ്ട്. പോക്കറ്റിലുള്ളതിനും ഉണ്ട്, ഇല്ലാത്തതിനും ഉണ്ട്. ഞാൻ ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇനാഗുറേഷൻ ഡേയിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ഇനാഗുറേഷന് ഒരു ഹാൻഡ് ഫുൾ ഓഫ് ആൾക്കാരെ അദ്ദേഹം ക്ഷണിച്ചു. കർത്താവിന് സ്തോത്രം. അതിനകത്ത് ക്ഷണിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു പിച്ചക്കാരനെ പോലും ക്ഷണിച്ചതായിട്ട് കണ്ടില്ല. ഒന്നുമില്ലാത്ത യാചകന്മാരെ ആരും ക്ഷണിച്ചിട്ടില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഓഫ് പ്രസിഡന്റ്സ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് ആയിരിക്കുന്നവൻ ക്ഷണിച്ചപ്പോൾ അവൻ ആദ്യം ക്ഷണിക്കുന്നത് യാചകന്മാരെയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദാഹിക്കുന്ന, ക്വാളിഫിക്കേഷൻ ഒന്നേ ഉള്ളൂ, ദാഹിക്കുന്ന എല്ലാവർക്കും വരാം. ആരുടെ അടുക്കിലേക്ക് വരാം? ആരുടെ അടുക്കിലേക്ക് വരാം? യേശുവിന്റെ അടുക്കിലേക്ക് വരാമെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പറയുന്നത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം ആമേൻ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിനകത്ത് കിടക്കുന്നുണ്ട്. വായിച്ചു. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. കർത്താവിന് സ്തോത്രം. സസ്പെൻസ് ഒന്നും വെക്കാൻ സമയമില്ല, നേരെ വായിച്ചു പോവുകയാണ്. 7:37-38 പെട്ടെന്ന് വായിക്കണം. ഉത്സവത്തിന്റെ മഹാദിനമായിരിക്കുന്ന ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ കേൾക്കുന്നവരുണ്ടോ? ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, ആമേൻ സ്തോത്രം, എന്റെ അടുക്കൽ പറയുന്നത് യേശുവാ. ആമേൻ സ്തോത്രം. ദാഹിക്കുന്നവൻ വരേണ്ടത് ആമേൻ സ്തോത്രം മലയാറ്റൂരിലെ കുരിശുമലയിലേക്കല്ല, ദാഹിക്കുന്നവൻ ചെല്ലേണ്ടത് യേശുവിന്റെ അടുക്കലേക്കാ. ആമേൻ. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ. വായിച്ചു. എന്റെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിന് സ്തോത്രം. അവിടെ ജലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പച്ചവെള്ളമല്ല, കർത്താവിന് സ്തോത്രം, ജീവജലമാ. ജീവന്റെ ജലം നിനക്ക് തരാമെന്ന് പറഞ്ഞ് യേശു വിളിക്കുക. കർത്താവിന് സ്തോത്രം. ദാഹിക്കുന്ന എല്ലാവരും, കർത്താവിന് സ്തോത്രം, തകർന്നതും പൊടിഞ്ഞതും, ആമേൻ സ്തോത്രം, ദൈവത്തെ അന്വേഷിച്ച് നടന്നിട്ട് കാണാത്തതും, ഈ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരില്ലേ, അവരെയൊക്കെ വിളിക്കുക. വാ, എൻ്റെ അടുക്കൽ വന്ന് ഞാൻ കുടിക്കാൻ തരാം.
ജീവജലം. അടുത്ത വാക്യത്തിൽ പറയുക, ഇത് അവൻ സ്തോത്രം തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അടുത്ത വാക്യം, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പോ കുടിക്കാൻ തരാമെന്ന് പറഞ്ഞത് ആത്മാവിനെ കുറിച്ചാ പറഞ്ഞേ, ആത്മാവിനെ കുറിച്ചാ. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്നാൽ എന്ത് കിട്ടും? പരിശുദ്ധ ആത്മാവിനെ നിന്റെ അകത്തേക്ക് അവൻ തരും. ജീവജലത്തിന്റെ അരുവിയെ നിന്റെ അകത്തേക്ക് തരും. തീർന്നില്ല, നിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നീ പോയി കൈവെക്കുമ്പോ അവൻ സ്തോത്രം, അവൻ കൈവെപ്പ് മേടിക്കുന്നവൻ അഭിഷേകം പ്രാപിക്കും. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ജീവജലത്തിന്റെ നദി യേശുവിന്റെ അടുക്കലുണ്ട്, ജീവജലം യേശുവിന്റെ അടുക്കലുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോ ആ വാക്യത്തിനകത്ത് അങ്ങനെ താഴ്ത്തോട്ട് വരുമ്പോൾ കാണാം, കർത്താവിന് സ്തോത്രം, ഇന്നാണ് ആ ദിവസം. കണ്ടെത്താൻ സാധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. പറഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. കർത്താവിന് സ്തോത്രം. എന്തിനാ വിളിച്ചപേക്ഷിക്കുന്നേ? കർത്താവിന് സ്തോത്രം, എന്തിനാ വിളിച്ചപേക്ഷിക്കുന്നേ? വിളിച്ചപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? കർത്താവിന് സ്തോത്രം, വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. റോമൻ 10:11-13. കർത്താവിന് സ്തോത്രം. ആമേൻ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. ഇതിന്റെ അകത്ത് അവൻ കരഞ്ഞും പൊടിഞ്ഞും ഒക്കെ വന്ന എല്ലാവരോടും ഒരു ദൂത് ആദ്യമേ തന്നെ പറയട്ടെ, രക്ഷപ്പെടുത്താൻ വേണ്ടിയാ വിളിച്ചേ. ഞാൻ എന്ത് ചെയ്യണം? കരഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പാസ്റ്ററെ ആമേൻ സ്തോത്രം വെളുപ്പാൻ കാലം മുതൽ വിളിക്കാൻ തുടങ്ങിയാൽ മതിയോ? വാട്സാപ്പിൽ ആമേൻ സ്തോത്രം ഹായ് പാസ്റ്ററെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാൻ തുടങ്ങിയാൽ മതിയോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷ പ്രാപിക്കും. അവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന് സ്തോത്രം. യേശുവിനെ വിളിച്ചപേക്ഷിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? നിന്നെ ലജ്ജിപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല സഹോദരി. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നീ ലജ്ജിക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കൈപിടിച്ചത് ദൈവമാ. കർത്താവിന് സ്തോത്രം. നീ അഭയം ചൊല്ലിയത് യേശുവിന്റെ അടുക്കലാ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. അതിന്റെ താഴ്ത്തോട്ട് വായിക്കുമ്പോൾ കാണാം, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ആമേൻ അടുത്ത വാക്യത്തിനകത്തുനിന്ന് വായിച്ച കർത്താവിന് സ്തോത്രം. 4-ാം വാക്യം, 3-ാം വാക്യം. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാ പിന്നെ വിളിച്ചത്? രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ജീവൻ തരാൻ വേണ്ടിയാ. പറഞ്ഞേ, ജീവൻ തരാൻ വേണ്ടി. ചിലതിനൊക്കെ പേര് മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുകയാണെന്ന്. കർത്താവിന് സ്തോത്രം. സാർദിസിലെ സഭയെ നോക്കി ആമേൻ സ്തോത്രം ദൂതൻ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? യു ഹാവ് എ നെയിം ദാറ്റ് യു ആർ അലൈവ് ബട്ട് യു ഹാവ് ഡെഡ്. ആമേൻ. കർത്താവിന് സ്തോത്രം. നിനക്ക് ജീവനുണ്ടെന്ന് പേര് മാത്രമേ ഉള്ളൂ, മരിച്ചു കിടക്കുക. ദൈവത്തിന്റെ വചനം പറയുക, യേശു വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ജീവൻ തരാൻ വേണ്ടിയാ. കർത്താവിന് സ്തോത്രം. യേശു ചോദിക്കുക, അവൻ അപ്പമല്ലാത്തതിന് വേണ്ടി എന്തിനാ പണം കൊടുക്കുന്നേ? അവൻ വർഷം തോറും പെയിന്റ് അടിക്കുന്ന സാധനത്തിന്റെ മുമ്പിൽ പോയി എന്തിനാ സമയം കളയുന്നതെന്നിന്? മനസ്സിലാവുന്നുണ്ടോ വല്ലതും? കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഞാൻ ഒത്തിരി സമയം ഞാൻ പാഴാക്കിയിട്ടുള്ളത്. കർത്താവിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അത്രയും നേരം സ്തോത്രം പറയാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആകുമായിരുന്നു. എൻ്റെ ഒരു നല്ല കാലം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അപ്പമല്ലാത്തതിന് വേണ്ടി പണം മുടക്കി തീർന്നു, സമയം മുടക്കി തീർന്നു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. 3-ാമത്തെ വാക്യത്തിൽ പറയാ, നിനക്ക് ഞാൻ ജീവൻ തരാം. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ വചനം പറയുക, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഒറ്റ സത്യമുള്ളൂ, അത് സിമന്റ് വിഗ്രഹമല്ല, ജീവനുള്ള ദൈവമാണ്. പറഞ്ഞേ, ജീവനുള്ള ദൈവം. കർത്താവിന് സ്തോത്രം. ഒറ്റ സത്യം. പറഞ്ഞേ, ഒറ്റ സത്യം. എന്താണ് സത്യം? കർത്താവിന് സ്തോത്രം. സത്യം അന്വേഷിച്ച് അവൻ സ്തോത്രം. നമ്മുടെ നാട്ടിലെ മഹാത്മാജി കർത്താവിന് സ്തോത്രം എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. കർത്താവിന് സ്തോത്രം. എന്താ സത്യം? പീലാത്തോസ് ഒരിക്കൽ ചോദിച്ചു, എന്താണ് സത്യം? വാട്ട് ഈസ് ട്രൂത്ത്? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. യേശു പറയാ, ഐ ആം ദ ട്രൂത്ത്. ഞാനാ സത്യം. ഈ ഉലകത്തിനകത്തൊരു സത്യമുണ്ടേ
അത് യേശു എന്ന സത്യമാ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പാഴ്. നിന്റെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന, ഒരു പ്രയോജനമില്ലാത്ത, കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഊമ വിഗ്രഹങ്ങൾ. അവൻ അതുണ്ടാക്കിയവന്റെ അകത്ത്, തലയുടെ അകത്തുണ്ടായ ഡിസൈൻ അവൻ കൊത്തിയുണ്ടാക്കി. എന്നിട്ട് അവൻ പള്ളിമുറ്റത്ത് വിൽക്കാൻ വെച്ചു. വിവരമില്ലാത്ത അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ അത് വന്ന് പൈസ കൊടുത്ത് മേടിച്ചു. പാവങ്ങൾ ദൈവമാണെന്ന് വിചാരിച്ചു. കർത്താവിന് സ്തോത്രം. ഒറ്റ സത്യമേ ഉള്ളൂ, അത് യേശുവാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യേശുവാ ഒറ്റ വഴി. കർത്താവിന് സ്തോത്രം. ഈ ക്ഷണം എന്തിനാണെന്നറിയാമോ? ഈ 55-ാമത്തെ, എല്ലാവരും ഒന്ന് പറഞ്ഞ 55-ാം അധ്യായം മറക്കരുത് കേട്ടോ. യേശയ്യാ പ്രവചന പുസ്തകം 55-ാമത്തെ അധ്യായത്തിലെ ഇൻവിറ്റേഷൻ എന്തിനാണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആ 3-ാമത്തെ വാക്യം വായിച്ചോ, മനസ്സിലാവും. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം. പറഞ്ഞേ, എവർലാസ്റ്റിംഗ് കവനന്റ്. ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അപ്പൊ എന്തിനാ വിളിച്ചത്? ഒരു നിയമം ചെയ്യാനാ. പറഞ്ഞേ, ഒരു നിയമം ചെയ്യാൻ, ഒരു ശാശ്വത നിയമം ചെയ്യാൻ വേണ്ടി യേശു നിന്നെ വിളിക്കുകയാ. അത് ദാവീദിന് കൊടുത്തതാ. പറഞ്ഞേ, ദാവീദിന് കൊടുത്ത നിശ്ചല കൃപ. നിശ്ചല കൃപ എന്ന് പറഞ്ഞാൽ ഷുവർ മേഴ്സീസ്. അതിനെ ഇളക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞതാ. നമ്മളെ ഈ ബിൽഡിംഗ് ഒക്കെ വെക്കുമ്പോൾ കോൺട്രാക്ട് ഉണ്ടാക്കും അല്ലേ? കർത്താവിന് സ്തോത്രം. നീ 30% കഴിയുമ്പോൾ അച്ഛനൊക്കെ അറിയാം. കർത്താവിന് സ്തോത്രം. കൊച്ചുവാഞ്ചാഞ്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എഴുതിയുണ്ടാക്കും. പ്രോഗ്രസീവ് പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. 30% ആദ്യം തരണം, പിന്നെ ബാക്കി 20% പിന്നെ തരണം, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണം. കർത്താവിന് സ്തോത്രം. അത് കവനന്റ് അല്ല, അത് കോൺട്രാക്റ്റാ. നീ തന്നില്ലേ, ഞാൻ പണി നിർത്തും. കർത്താവിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്റ്റ് അല്ല, കവനന്റാ. നീ പറഞ്ഞാലും പറഞ്ഞില്ലേലും, നീ ചെയ്താലും ചെയ്തില്ലേലും, നീയുമായിട്ട് എനിക്കൊരു ഉടമ്പടി ചെയ്യണം. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. അത് നിയമമാ. ചേർന്ന് പറഞ്ഞ നിയമമാ. നിയമം, ഒരു ശാശ്വത നിയമം. പറഞ്ഞ് ശാശ്വത നിയമം. ഇതിനകത്ത് മലയാളം അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞേ, ശാശ്വത നിയമം എന്ന് പറഞ്ഞ എന്ത് നിയമമാണ്? ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്ത നിയമം, എല്ലാ കാലത്തും ഉള്ള നിയമം. കർത്താവിന് സ്തോത്രം. ചെയ്യുന്നവൻ എന്നുവരെ ജീവിച്ചിരിക്കുന്നോ അന്ന് വരെ ആ നിയമത്തിന് വാലിഡിറ്റി ഉണ്ട്. കർത്താവിന് സ്തോത്രം. ചെയ്യുന്നവൻ ഇറ്റേണൽ ആണെങ്കിൽ ആ നിയമത്തിന്റെ വാലിഡിറ്റി ഇറ്റേണിറ്റിയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ദൈവം ഒരു ക്ഷണക്കത്ത് തരികയാ. എന്തിനാണെന്നറിയാമോ? ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന് പറയുന്ന ഹെഡിങ്ങിലുള്ള ആ കവനന്റ് നീയുമായിട്ട് എനിക്ക് ചെയ്യണം. അതിനാ ദൈവം വിളിക്കുന്നേ. എന്താ ഈ ശാശ്വത നിയമം? കർത്താവിന് സ്തോത്രം. അതറിയണമെങ്കിൽ 53-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. കർത്താവിന് സ്തോത്രം. അപ്പൊ 55-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ ഒരു ക്ഷണക്കത്ത്. 53-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ സ്തോത്രം. ആ ക്ഷണക്കത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ബ്ലൂ പ്രിന്റ്. പറഞ്ഞേ, ബ്ലൂ പ്രിന്റ്. മറന്നു പോകരുത്. 53-ാമത്തെ അധ്യായം. പറഞ്ഞേ, 53-ാമത്തെ അധ്യായം. അപ്പൊ 53-ാമത്തെ അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനാണ് ആമേൻ സ്തോത്രം 55-ാമത്തെ അധ്യായത്തിലുള്ള ക്ഷണക്കത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ശാശ്വത കൃപ, ആമേൻ നിയമം, ആമേൻ ദാവീദിന്റെ നിശ്ചല കൃപ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുക. എന്താണെന്ന് അറിയാമോ? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ സസ്പെൻസ് ഒക്കെ അങ്ങ് പൊളിക്കുക. കർത്താവിന് സ്തോത്രം. 53-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമാണ്. ആമേൻ. ഒറ്റ വാക്കി പറഞ്ഞ സുവിശേഷം. പറഞ്ഞേ, സുവിശേഷം. 53-ാമത്തെ അധ്യായത്തിനകത്ത് 4-5 വാക്യത്തിൽ പറയുക യേശു വന്നത്
ആമേൻ സ്തോത്രം. അവന്റെ പാപം ചുമക്കാൻ വേണ്ടിയല്ല, പിന്നെയോ എന്റെയും നിന്റെയും പാപം ചുമക്കാൻ വേണ്ടിയാ. കർത്താവിന് സ്തോത്രം. ആമേൻ. 53 അധ്യായം 4-5 വാക്യം പറയുകയാണ്, ഈ bore our griefs. കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞ എന്റെ രോഗങ്ങളെ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവിന് സ്തോത്രം, ഇത് എഴുതിയത് യേശു ഉണ്ടാകുന്നതിന് മുമ്പേ, ജോസഫും മേരിയും ഉണ്ടാകുന്നതിന് മുമ്പേ, ദാവീദൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ, ആമേൻ സ്തോത്രം, 700 വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനിലൂടെ ദൈവം പ്രവചിച്ച് പറയുകയാണ്, നമ്മുടെ രോഗങ്ങളെ അവൻ അങ്ങനെയല്ലല്ലോ എഴുതണ്ടേ, വഹിക്കുമെന്നല്ലേ എഴുതണ്ടേ. നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ വഹിക്കുമെന്നല്ലേ എഴുതണ്ടേ. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല, വഹിച്ചു എന്നാ. കർത്താവിന് സ്തോത്രം. 700 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ തമ്പുരാൻ, ആമേൻ സ്തോത്രം, ഉണ്ടാക്കി എസ്റ്റാബ്ലിഷ് ചെയ്ത നിയമമാ ഈ ശാശ്വത നിയമം. എന്താ ആ നിയമത്തിന്റെ പ്രത്യേകത? 4-5 വാക്യം പറയുകയാ. ആമേൻ, വായിച്ചോ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ, ഇതിന്റെ അകത്തിരിക്കുന്ന രോഗം, ആമേൻ സ്തോത്രം, രോഗവുമായിട്ട് ആരെങ്കിലും ഇതിന്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ആ വചനത്തെ മുറുകെ പിടിച്ചോ. കർത്താവിന് സ്തോത്രം. നിന്റെ രോഗത്തെ 2000 വർഷം മുമ്പ് എന്റെ യേശു അവന്റെ ശരീരത്തിൽ വഹിച്ചത്. ഒരാമേ പറഞ്ഞില്ല. ആമേൻ. 5 പേര് പറഞ്ഞു, ആമേൻ പറഞ്ഞില്ല. ആമേൻ. കർത്താവിന് സ്തോത്രം. ആ വ്യാധി കേൾക്കട്ടെ, അത് പറയുമ്പോ തന്നെ ഒഴിഞ്ഞു പോകും. ആമേൻ. കർത്താവിന് സ്തോത്രം. എന്തിനാ പേടിക്കുന്ന? നടന്നൊരു കാര്യത്തെ കുറിച്ചാ, രഹസ്യമൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ കുലക്കളത്തിനകത്ത് എല്ലാവരും കാണുകയാ അവൻ ആ രോഗം വഹിച്ചത്. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പറഞ്ഞോണം, ഇന്നുകൊണ്ട് അവസാനിപ്പിച്ചോണം, ഞാനും നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കർത്താവിന് സ്തോത്രം. വ്യാധിയെ എന്നെ വിട്ട് പോണം, ഇൻ ജീസസ് നെയിം. കർത്താവിന് സ്തോത്രം. എന്റെ രോഗത്തെ അവൻ വഹിച്ചു, പിന്നെ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ പെയിൻ ഹൃദയത്തിനാ. കർത്താവിന് സ്തോത്രം. ദൈവം പറയുകയാ, അത് ചുമന്നു. യേശു ചുമന്ന സാധനമാ, നീ എന്തിനാ കൊണ്ട് നടക്കുന്നേ? കർത്താവിന് സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ? ഈ പെയിൻ എന്ന് പറയുന്നത് സമാധാനം കളയുന്ന സംഭവമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അല്ലേ പള്ളി വരാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാ അല്ലേ? ചിലപ്പോഴൊക്കെ ഐ ഡോണ്ട് ഫീൽ ടു കം. ഹല്ലേലൂയ. എനിക്ക് വരാൻ തോന്നുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. എന്താ? ഹൃദയത്തിനകത്ത് പെയിനാ. ദൈവത്തിന്റെ വചനം പറയുക, മോനെ, നിന്റെ വേദന ഞാൻ ചുമന്നതാടാ. കർത്താവിന് സ്തോത്രം. നീ എന്തിനാണെന്ന് അറിയാമോ? നീ ചുമക്കാതിരിക്കാനാ. അടുത്ത വാക്യം ഇതിന്റെ താഴത്തോട്ട് വായിച്ചു. ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും. ആ പോയ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇവൻ ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, ചെവി കേൾക്കാത്തവന് സൗഖ്യം കൊടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇവന് ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ മേലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം. എന്നാൽ അവിടെ ആ കാര്യം, കർത്താവിന് സ്തോത്രം, ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല, പിടിയിട്ടിയില്ല. ആൾക്കാർ വിചാരിച്ചു, അയ്യോ പാവം, നല്ലൊരു യേശു. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശു മരിച്ചത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാ. പറഞ്ഞേ, എൻ്റെ അതിക്രമത്തിന് വേണ്ടി യേശു മരിച്ചു. ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു പോയാ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം പിന്നെ എടുക്കണ്ട. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു രക്ഷയുടെ സ്തോത്രം പ്രാർത്ഥനയ്ക്കൊന്നും സമയമില്ല. കർത്താവിന് കോവിഡിന്റെ സമയമാ. പ്രാർത്ഥിച്ചു പോയിക്കോണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ചിലർ പറയും, നിനക്കെന്ത് യോഗ്യത? കർത്താവിന് സ്തോത്രം. എനിക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് യേശു മരിച്ചേ. എന്റെ അയോഗ്യത കാരണമാണ് യേശു മരിച്ചത്. എന്റെ അതിക്രമം കാരണമാണ് യേശു മരിച്ചേ. നിന്നെ എന്തിനു കൊള്ളാം? നാട്ടുകാർക്ക് പോലും നിന്നെ വേണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാ, ഞാൻ അത്രക്ക് കൊള്ളൂല്ലാത്തവനായതുകൊണ്ടാ എന്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചേ.
നിങ്ങൾക്കൊരു സന്തോഷമില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ക്രിമിനലാണെന്ന് എല്ലാവരും പറയുമ്പോ നീ തിരിച്ചു പറയണം, ഞാൻ ക്രിമിനലാണെങ്കിൽ എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. നീ കള്ളനാ, നീ വഞ്ചകനാ, നീ കൊള്ളരുതാത്തവനാ, നീ കുടിയനാ, ആമേൻ, വലിയനാ എന്നൊക്കെ പറയുമ്പോ പറയണം, എനിക്കൊരു യേശു ഉണ്ട്. നിനക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, അവൻ എല്ലാത്തിനും വേണ്ടാത്തവനെ നോക്കി യേശു പറയുക, എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാ നിന്റെ അതിക്രമത്തെ ഞാൻ ചുമന്നത്. കർത്താവിന് സ്തോത്രം. താഴ്ത്തിട്ട് വായിച്ചു പെട്ടെന്ന്. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. എല്ലാവരും പറഞ്ഞില്ല, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. കർത്താവിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പെയിൻ വന്ന പിന്നെ രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ ആ പെയിൻ യേശു വഹിച്ച്? ആ വേദന ചുമന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. നമ്മൾ കണ്ടത് ഒരു പൈൻ മര കുരിശാ. യേശു പറയാ, അത് മരക്കുരിശൊന്നും അല്ല, നിന്റെ വേദനയാ. കർത്താവിന് സ്തോത്രം. ആമേൻ. അത് കുരിശൊന്നുമല്ല. ആമേൻ സ്തോത്രം. അത് നിന്റെ രോഗമാ. ഞാൻ വഹിച്ചത് നിന്റെ രോഗമാ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, എന്തിനാണെന്നറിയാമോ? നീ സമാധാനത്തോടെ കിടന്നുറങ്ങാനാ. കർത്താവിന് സ്തോത്രം. നിന്റെ സമാധാനത്തിനുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോ മുതലേ ചങ്കിടിക്കുക അല്ലേ? അവൻ സ്തോത്രം. അവൻ ബോസ് അവൻ സ്തോത്രം വാണിംഗ് ലെറ്റർ തരാൻ പോകുക, എല്ലാവരും കുറയ്ക്കാൻ പോകുക, നിന്റെ പേരും കാണുമായിരിക്കും എന്ന് പറഞ്ഞതേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഹാർട്ട് ഇടിക്കുന്നത് കിലോമീറ്റർ അപ്പുറം കേൾക്കാം. കർത്താവിന് സ്തോത്രം. യേശു പറയുക, നിന്റെ ആ പെയിനൊക്കെ ഞാൻ അന്നേ ചുമന്നതാ. എന്തിനാണെന്നറിയാമോ? നിന്റെ സമാധാനത്തിന് വേണ്ടിയാ. നിന്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. കർത്താവിന് സ്തോത്രം. The chastisement of our well-being fell upon him. കർത്താവിന് സ്തോത്രം. ഞാൻ നല്ലോണം നടക്കാൻ വേണ്ടി ഒരു ശിക്ഷയുണ്ടായിരുന്നു. എന്നെ പിശാച് അനുവദിക്കാതെ ക്ലെയിമും കൊണ്ട് നടക്കും. ആമേൻ സ്തോത്രം. എന്തെങ്കിലും നല്ലത് കർത്താവ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അക്യൂസർ, അവന്റെ പേര് ആമേൻ സ്തോത്രം, കുറ്റം പറയുന്നവൻ. നീ മേലെ കുറ്റം പറയരുത് കേട്ടോ. കുറ്റം പറയുന്നവരുടെ ആമേൻ സ്തോത്രം അസോസിയേഷന്റെ പ്രസിഡന്റ് മറ്റവനാണ്. കർത്താവിന് സ്തോത്രം. അവൻ രാപകൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവമക്കൾക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. അവൻ പറയും, ആമേൻ സ്തോത്രം, ഇവനാണോ നീ ചെയ്യുന്നേ? കർത്താവിന് ഇയ്യോബിന്റെ അടുക്കൽ വെച്ച് പറഞ്ഞില്ലേ, ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞില്ലേ, നീ അവന്റെ ചുറ്റും വേലി കെട്ടിയിട്ടല്ലേ? കർത്താവിന് സ്തോത്രം. ഇങ്ങനെ കാരണം കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവനാ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആ ശിക്ഷ അവൻ കൊണ്ടുവരുന്ന സകല ചീട്ടും, കർത്താവിന് സ്തോത്രം, നമ്മൾ വായിച്ചിട്ടുള്ളത് അല്ലേ? കർത്താവിന് സ്തോത്രം. നമുക്കെതിരായിട്ടുള്ള കയ്യെഴുത്തുകളെ അവൻ ക്രൂശിൽ തറച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കർത്താവിന് സ്തോത്രം. അപ്പൊ പിശാച് കൊണ്ടുവരുന്ന സകല ക്ലെയിമിനും ആമേൻ സ്തോത്രം ശിക്ഷയ്ക്കും അവൻ ഇന്ന ശിക്ഷ കൊടുക്കണം. അവൻ ഇന്ന പ്രമാണം തെറ്റിച്ചതാ. 1-ാം പ്രമാണം തെറ്റിച്ചു. ഇന്നലെ അവൻ മലയാറ്റൂർ പള്ളിയിലായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്നലെ അടുത്ത ദിവസം ആമേൻ സ്തോത്രം ഇന്ന സ്ഥലത്ത് പോയി. നിങ്ങൾ എന്നോട് പിണങ്ങരുത് കേട്ടോ. ഞാൻ ഈ വചനം മാത്രം പറയുക. കർത്താവിന് സ്തോത്രം. എന്നോട് ഒരിക്കലും പിണങ്ങല്ലേ. ഈ വചനമാണ്. എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ഈ വചനത്തോടെ ആയിക്കോണം. ഞാനിതിനകത്ത് ഉത്തരവാദിയല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ഒരു ശിക്ഷ ഉണ്ടായിരുന്നു. ശിക്ഷ. കർത്താവിന് സ്തോത്രം. ആ ശിക്ഷയെല്ലാം അവന്റെ മേലായി. കർത്താവിന് സ്തോത്രം. ഇനി പിശാചുമായിട്ട് ആരും കോംപ്രമൈസിന് നിൽക്കരുത്. അപ്പൊ 4-5 വാക്യം പറയുകയാ, ആമേൻ സ്തോത്രം, നിന്റെ പാപം അവൻ ചുമന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്. ഇതാ ആമേൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു നടന്നു വരികയാ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ. അപ്പോ ആമേൻ സ്തോത്രം സ്നാപക യോഹന്നാൻ പറയുകയാണ്, ആമേൻ സ്തോത്രം, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, ദ സഫറിംഗ് സെർവന്റ്, സഹനദാസൻ. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ആമേൻ നിനക്ക് സമാധാനം തരാൻ വേണ്ടി. എന്തിനാണെന്നറിയാമോ? നിന്റെ രോഗത്തെ ആമേൻ സ്തോത്രം സൗഖ്യമാക്കാൻ വേണ്ടി. എന്തിനാണെന്നറിയാമോ കുഞ്ഞാടായത്? നിന്റെ പാപവും അകൃത്യവും എല്ലാം ആമേൻ സ്തോത്രം ക്രൂശിൽ തറച്ച് നിന്റെ നടുവിൽ നിന്നും മാറ്റിക്കളയാൻ വേണ്ടി.
കർത്താവിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ യേശുവിനെ കുറിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്നാപക യോഹന്നാൻ പറയുകയാണ്, ആമേൻ സ്തോത്രം, പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഇവൻ പറഞ്ഞതിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൊരുളാണ്, ആമേൻ ആമേൻ നിഴലാണ് എന്ത്? യേശയ്യാ പ്രവചന പുസ്തകം 53:4-5 നമ്മൾ വായിച്ചതാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു ഇത് സുവിശേഷത്തിന്റെ ആമേൻ സ്തോത്രം ക്രോസ് സെക്ഷനാണ്. ഈ 53-ാമത്തെ അധ്യായത്തിൽ 4-5 വാക്യത്തിൽ പറയുകയാ, ആമേൻ യോഹന്നാൻ പറഞ്ഞ യേശുവ ഈ യേശു. കർത്താവിന് സ്തോത്രം. വീണ്ടും 8-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, വായിച്ചു 8-ാമത്തെ വാക്യം പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു. ശിക്ഷാവിധിയാലും അവൻ ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ 8-ാമത്തെ വാക്യത്തിനകത്ത് ആമേൻ സ്തോത്രം 10 കൂടി വായിച്ചു. 10 കർത്താവിന് സ്തോത്രം. 10-ാമത്തെ വാക്യം കൂടി വായിച്ചു പെട്ടെന്ന്. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ അവനൊരു അകൃത്യ യാഗമായിട്ട് ഒഴുക്കിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ അകൃത്യ യാഗം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിനുള്ള യാഗം എൻ്റെ യേശു ചെയ്തതാ. എൻ്റെ യേശു പറയുകയാണ്, അവൻ ദൈവത്തിന്റെ വചനം പറയുക, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുക, അവൻ ആമേൻ സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ പ്രാണനെ അവൻ ഒഴുക്കിക്കളഞ്ഞു, മരണത്തിൽ ഒഴുക്കിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. He poured his soul unto death. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒഴുക്കിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം, നിനക്ക് സമാധാനം നൽകാൻ വേണ്ടി. കർത്താവിന് സ്തോത്രം. 10-ാമത്തെ വാക്യത്തിനകത്ത് 8-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, അവൻ നിന്റെ പാപം ചുമന്നു എന്ന് മാത്രമല്ല, അവൻ നിനക്ക് വേണ്ടി മരിച്ചു. നിന്റെ അകൃത്യ യാഗമായിട്ട്, ഗിൽറ്റ് ഓഫറിംഗ് ആയിട്ട് എന്ത് ചെയ്തു? മരിച്ചു. കർത്താവിന് സ്തോത്രം. അപ്പോ ആമേൻ സ്തോത്രം, യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഈ 53-ാമത്തെ അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് അധ്യായത്തിലാ? 53-ാമത്തെ അധ്യായത്തില്. ആമേൻ, മറന്നു പോകരുത്. അപ്പൊ 53-ാമത്തെ അധ്യായത്തിനകത്ത് എന്തൊക്കെ പറഞ്ഞു? യേശു നിന്റെ പാപം ചുമന്നു എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. നിനക്ക് സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് പറഞ്ഞു. ആമേൻ, അവന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം നിനക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ബൈ ഹിസ് സ്കോർച്ചിങ് വി ആർ ഹീൽഡ് എന്ന് പറഞ്ഞാൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ പറയുക, കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ. കർത്താവിന് സ്തോത്രം. മരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയില്ല. പിന്നെയോ അവൻ മഹാന്മാരുടെ കൂടെ ഓഹരി പ്രാപിക്കാനായിട്ട് എഴുന്നേറ്റു. കർത്താവിന് സ്തോത്രം. ഉയിർപ്പിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ട. കർത്താവിന് സ്തോത്രം. അവന്റെ പേര് സകല നാമത്തിനും സകല മുഴങ്കാലും അവന്റെ മുന്നിൽ മടങ്ങും, എല്ലാ നാവും യേശു ദൈവമാണെന്ന് ഏറ്റു പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. അവന്റെ പ്രാണനെ ആമേൻ സ്തോത്രം മരണത്തിൽ ഒഴുക്കിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ സ്വർഗത്തിലെ തമ്പുരാൻ അവന്റെ മേലാക്കി വെച്ചു. നമ്മൾ വിചാരിച്ചു ദൈവം അവനെ ആമേൻ സ്തോത്രം ആമേൻ ഉപേക്ഷിച്ചും തള്ളിക്കളഞ്ഞും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. കർത്താവിന് സ്തോത്രം. എന്നാൽ സാക്ഷാൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയാ അവന്റെ മേലായത്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 53-ാമത്തെ അധ്യായം സുവിശേഷമാ. നിങ്ങൾക്കൊന്നും സന്തോഷമില്ലല്ലോ. ഗോസ്പൽ. കർത്താവിന് സ്തോത്രം. 53-ാമത്തെ അധ്യായം ഗോസ്പലാ. കർത്താവിന് സ്തോത്രം. ഇനി 54-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. കർത്താവിന് സ്തോത്രം. അടുത്ത അധ്യായം പറഞ്ഞ 54-ാമത്തെ അധ്യായം. ഇനി ആരും മറന്നു പോകരുത്. 53-ാമത്തെ അധ്യായത്തിൽ അവൻ സ്തോത്രം ദൈവം യേശു ജനിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അവൻ യേശുവിന്റെ അവൻ മമ്മയായാലും മറിയയും അവൻ യോസഫും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ, ദാവീദൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു നിയമത്തെക്കുറിച്ച് പറയുകയാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹത്തിന്റെ നിയമം, ശാശ്വത നിയമം. പറഞ്ഞ ശാശ്വത നിയമം. കർത്താവിന് സ്തോത്രം. ആ നിയമത്തിന്റെ ബ്ലൂ പ്രിന്റ് 53-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ട് 54-ാമത്തെ അധ്യായത്തിനകത്ത് ആ നിയമം മൂലം ലഭിക്കാൻ പോകുന്ന ഈ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. 54-ന്റെ 1-ാമത്തെ വാക്യം വായിച്ചു പെട്ടെന്ന്. പ്രസവിക്കാത്ത മച്ചിയെ
ഘോഷിക്കുക. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ബാരൻ വുമൻ. കർത്താവിന് സ്തോത്രം. നാട്ടുകാരൊക്കെ ആമേൻ സ്തോത്രം ആയി, ആമേൻ സ്തോത്രം. എപ്പോഴും എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവം പിടിച്ച സഹോദരി, നീ വിഷമിക്കണ്ട. എന്ത് ചെയ്യണം? തുള്ളിച്ചാടി നൃത്തം ചെയ്ത ദൈവത്തിന് നന്ദി പറയണമെന്ന്. പൊട്ടി ആർക്കാൻ എന്ന് പറഞ്ഞ് ഈ മലയൊക്കെ അവൻ പാറയൊക്കെ പൊട്ടി ആർത്ത് സന്തോഷിക്കത്തില്ലേ? കർത്താവിന് സ്തോത്രം. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുള് ആമേൻ സ്തോത്രം, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഗലാത്യർക്ക് സുവിശേഷ ഗലേഷ്യൻസിന് ആമേൻ സ്തോത്രം എപ്പീസ്റ്റൽ ആമേൻ ലേഖനം എഴുതിയപ്പോൾ 4-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ, 27-ാമത്തെ വാക്യവും അതിനുശേഷം 1-ാമത്തെ വാക്യവും പെട്ടെന്ന് വായിക്കണം, നമ്മുടെ സമയം തീരുക. പ്രസവിക്കാത്ത മച്ചി എന്ന് പറഞ്ഞേ ആമേൻ. യേശയ്യാ പ്രവചന പുസ്തകം 55-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിനകത്ത് 27-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എടുത്തു പറയുകയാണ്. കർത്താവിന്റെ സ്തോത്രം. രൂപമാറ്റം വരുത്തിയിട്ടില്ല. ആമേൻ സ്തോത്രം. അതിനെ ആധാരപ്പെടുത്തി പറഞ്ഞതല്ല, പിന്നെയോ അത് തന്നെ പറയുക. അത് തന്നെയാ പറഞ്ഞത്. കർത്താവിന്റെ സ്തോത്രം. 27-ാമത്തെ വാക്യത്തിനകത്ത് പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടി ആർക്കുക, ഏകാഗിരിയുടെ മക്കൾ ഭർത്താവ് ഉള്ളവളുടെ മക്കളേക്കാൾ അധികമെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവിന് സ്തോത്രം. എന്നിട്ട് 1-ാമത്തെ വാക്യം വായിച്ചോ, ഇനി പിടികിട്ടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. 27-4-1 അവകാശ സർവ്വത്തിലും വായിച്ചു. വിശേഷതയുള്ളവനല്ല. അടുത്ത വാക്യം. അടുത്ത വാക്യം. ശിശുക്കളായിരുന്നപ്പോൾ സാറായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം നിർത്തി. അതിന് താഴത്തോട്ടൊന്ന് വായിച്ചേ. അപ്പോ ആമേൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, 4-ാമത്തെ അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. ആമേൻ 21-ാമത്തെ വാക്യം വായിച്ചാൽ മതി. കർത്താവിന്റെ സ്തോത്രം. ന്യായപ്രമാണത്തിൽ കീഴടക്കിയിരിക്കുവാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവേൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് ദാസിയുടെയും ഒന്ന് സ്വന്തം ഭാര്യയുടെയും. അവൻ ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രന്റെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചു. വാഗ്ദത്തത്താൽ ജനിച്ചു. കർത്താവിന് സ്തോത്രം. ഈ വാഗ്ദത്തത്താൽ ജനിച്ചത് ആരിൽ നിന്നാണെന്ന് അറിയാമോ? ഒരു മച്ചിയിൽ നിന്നാണ്. ഒരു പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞ് 90 വയസ്സായ അമ്മച്ചിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. 90 വയസ്സായപ്പോഴും ആമേൻ സ്തോത്രം പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞ ആമേൻ സ്തോത്രം ആ ബാരൻ ഓൾഡ് ലേഡിയെ നോക്കിയിട്ട് സ്വർഗം പറയുക, നീ പൊട്ടിയാർത്ത് സന്തോഷിച്ചോണം. എന്താ കാര്യം എന്നറിയാമോ? നിന്റെ നിർജീവമായിരിക്കുന്ന ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞില്ലേ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ സ്തോത്രം, നിനക്കൊരു കുഞ്ഞുണ്ടാകും. അത് ജനിക്കുന്നത് ജഡപ്രകാരമല്ല, നോട്ട് കാർഡിനൽ. കർത്താവിന് സ്തോത്രം. പിന്നെയോ വാഗ്ദത്തം. കർത്താവിന് സ്തോത്രം. പ്രോമിസ് ദി സീഡ്. കർത്താവിന് സ്തോത്രം. അത് ജനിക്കാൻ പോകുന്നത് എന്റെ വാക്കിനാലാ. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ സ്തോത്രം ആർത്ത് സന്തോഷിക്കാൻ. എന്നിട്ട് പറയുക, ഹാഗാറിനുണ്ടായി. അത് സാധാരണ ഉണ്ടാകുന്നത് പോലെ ഉണ്ടായതാ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 53 സുവിശേഷമാ. പറഞ്ഞേ, 53-ാമത്തെ അധ്യായം സുവിശേഷമാ. 54-ാമത്തെ അധ്യായം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനിരിക്കുന്ന അർഹതയില്ലാത്ത അനുഗ്രഹത്തെ കുറിച്ചാ. ആമേൻ. നിന്റെ നിർജീവമായിരിക്കുന്ന അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ, ബലഹീനമാണെന്ന് പറഞ്ഞ അതേ ഗർഭപാത്രത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം
ഒരു നേഷനെ വിളിച്ചു വരുത്താൻ പോവുകയാ. അതിന്റെ പേരാണ് കൃപ. ഇതിന്റെ അകത്ത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഏത് സാഹചര്യത്തിന്റെ നോക്കി നീ വിളിച്ചു പറയണം, യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് കാൽവരി മലയിൽ മരിച്ച് ഉയർക്കപ്പെട്ട യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന അർഹതയില്ലാത്ത അനുഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് കൃപ. എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറയുക, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം മൂലം കൃപയാലല്ലോ നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. ഹാഗരെ, നിനക്ക് കുഞ്ഞുണ്ടായതിൽ എന്ത് കാര്യം? കർത്താവിന് സ്തോത്രം. അമ്മച്ചിക്ക് സ്വർഗത്തിലെ തമ്പുരാൻ ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. അത് കൊടുത്തത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ജഡപ്രകാരം അല്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. 54-ന്റെ 2-ാമത്തെ വാക്യവും കൂടി ഒന്ന് വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് വായിച്ചോ പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. 2-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. നിന്റെ ആമേൻ സ്ഥലത്ത് നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് കൃപ പ്രാപിച്ച ചർച്ചിനോട് സ്വർഗത്തിലെ തമ്പുരാൻ പറയുക, ടെന്റ് മാറ്റി അടിച്ചോ, അതിന് മാറ്റി അടിച്ചോ. ആമേൻ, ദൈവം വിശാലമാക്കാൻ പോകുക. അതിന് എനിക്കെന്ത് യോഗ്യത? നിനക്ക് എന്ത് യോഗ്യത വേണം? 53-ാമത്തെ അധ്യായം നീ വിശ്വസിക്കുന്നുണ്ടോ? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നുണ്ടോ? മച്ചിയായവളെ തുള്ളിച്ചാടി നിന്റെ വാഗ്ദത്തം പിടിച്ചോ. മനസ്സിലാകുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. മനസ്സിലാകുന്നവർക്കായിട്ട് ആമേൻ, സ്തോത്രം. ഒരൊറ്റ നാമമേ ഉള്ളൂ രക്ഷ പ്രാപിക്കുവാൻ. അത് ഉലകത്തിലെ മഹാന്മാരുടെ നാമമല്ല, അത് യേശുവിന്റെ നാമമാ. നിന്റെ പാപത്തെ ചുമന്ന്, നിന്റെ രോഗത്തെ ചുമന്ന്, നിന്റെ വേദനകളെ വഹിച്ച യേശുവിന്റെ നാമം, നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ എന്റെ യേശുവിന്റെ മേലായി. അവന്റെ അടിപിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 54-ാമത്തെ അധ്യായം, ആമേൻ, സ്തോത്രം. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു പെട്ടെന്ന്. പർവ്വതങ്ങൾ മാറിപ്പോകും. പെട്ടെന്ന് വായിച്ചോ. ആരെങ്കിലും ഒക്കെ ബൈബിളുള്ളവർ വായിക്കേ. ആമേൻ. ഡിസ്പ്ലേ ചെയ്യാൻ സമയമില്ല, നമ്മൾ അടിക്കുക. കർത്താവിന് സ്തോത്രം. വായിച്ചു 10. പർവ്വതങ്ങൾ മാറിപ്പോകും സഹോദര, കുന്നുകൾ നീങ്ങി പോകട്ടുന്ന, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ഈ 54-ാമത്തെ അധ്യായം കൃപയുടെ അധ്യായമാണ്. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിന്നെ വിളിക്കുക. എന്തിനാണെന്നറിയാമോ? ആത്മാവിനെ പകരാൻ. എന്തിനാണെന്നറിയാമോ? ഒരു ശാശ്വത നിയമം എഴുതി ഒപ്പിടാനാ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ അകന്നു പോകും, എന്നാലും എന്റെ സ്നേഹം ഇനി നിന്നെ വിട്ടു മാറത്തില്ല. വിശ്വസിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഈ ക്ഷണക്കത്തിന് ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ക്ഷണക്കത്ത് എനിക്ക് വേണമെന്ന് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സുവിശേഷം വിശ്വസിക്കുവാൻ തയ്യാറുണ്ടോ? ഇനി ഞാൻ ആമേൻ അപ്പമല്ലാത്തതിന് എന്റെ പണം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ സത്യ ദൈവത്തെ, ജീവനും വഴിയും സത്യവുമായിരിക്കുന്ന യേശുവിനെ പിടിക്കുവാൻ, യേശുവിൽ വിശ്വസിക്കുവാൻ നിനക്ക് തയ്യാറുണ്ടോ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവനായി നീ ഇവിടെ നിന്ന് പോകും. നീ പ്രസവിക്കുന്നത് നിന്റെ ഗർഭപാത്രത്തിന്റെ സ്ട്രെങ്തിലല്ല. നീ ഫ്രൂട്ട്ഫുൾ ആകുന്നത് നിന്റെ പഠിച്ച് ആമേൻ സ്തോത്രം സർട്ടിഫിക്കറ്റിന്റെ മഹത്വത്തിലല്ല. നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ദൈവത്തിന്റെ ശാശ്വത നിയമത്തിന്റെ വാഗ്ദത്തം മൂലമാ. അതിന്റെ പേരാണ് ദാവീദിന്റെ നിശ്ചല കൃപകൾ. അത് നിശ്ചലമാ, ചലിക്കത്തില്ല. It is unshakable. കർത്താവിന് സ്തോത്രം. ഈ നിയമത്തെ മാറ്റാൻ ആർക്കും പറ്റുന്നില്ല. ഒരു പാട്ട് അവൻ സ്തോത്രം, ഒരു പാട്ടിന്റെ ഈരടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ സ്തോത്രം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി,
സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാ ജീവിതം എനിക്കാനന്ദമേ, കനാ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും